കൈക്കൊള്ളണമഹരോനണച്ചതുപോലെ ധൂപമിതും കണ്ടടിയാർ ശുശ്രൂഷയെ നിനുവയരിൻ യാചന പോ കടലതിൽ യൗനാനെന്ന പോലെ കനിയുഗദാസൻ മാറിലെന്നും തീരുക തിരുനാമത്തിനു സുഖകരമാ ഈ ധൂപം തൃക്കരളിൻ അലിവിൻ അനുകൂലമതാ മൂലവുമായി നിരപ്പാകണമേ ദൈവമേ നിൻ നിരുപമ കൃപയാ ഞങ്ങളോട് എന്നും സ്തുതി നിൻ കനിവിനു കനിവേറും രക്ഷകനേ എത്ര നിറഞ്ഞിങ്ങെന്നും കാണുന്നു നിന്ദാനം നിനുവയരോടുണ്ടായ കോപം നിലവിളിയാൽ നീ നീക്കിയല്ലോ അഹരോന്യയുമാ സ്കറിയാതന്നുടെയും ധൂപമതും മരണത്തെ നീക്കിയ ഫിനഹാസി പ്രാർത്ഥനയും പോ അണിയാരുടെ ധൂപത്തെയും അൻപുടയോനെ കൈക്കൊള്ളുക ഇരുതി നിറവീട്ടീരേ ദൂതനിറങ്ങി ചെന്ന് ഇതമുടുമറിയാം ഗൃഹമതിൽ നസറേത്തിൽ ചൊല്ലിയത് നിന്നോടു കൂടെ കർത്താവേ മന്നിടമഖിലം പാലിപ്പോ ഉൾമരമിരയ തിരതീതൻ നടുവിൽ കണ്ടതുപോ ചിന്മയനാമറിയാമിൽ വസിച്ചു ശരീരം പൂണ്ടു അതിനാൽ ഭംഗവുമാ കന്യാ വ്രതമുദ്രയ്ക്കും തായില്ല കർത്താവേ നിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോർക്കരുളണമേ നല്ലോർമ്മ നിന്റെ മഹത്വമുദീക്കുന്ന നിൽക്കണമവർ വലഭാഗത്തിൽ. കർത്താവേ, നിന്നെ പ്രസവിച്ച മറിയാമും നിനക്ക് മാമോദീസ നൽകി യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും. ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും തന്റെ കൃപയാൽ മനുഷ്യവർഗം മുഴുവന്റെയും ജീവനും രക്ഷയ്ക്കും വേണ്ടി വിശുദ്ധിയും മഹത്വവും വെടിപ്പുമുള്ള
ദൈവമാതാവായ കന്യകാമറിയാമിൽ നിന്ന് ഭേദം കൂടാതെ മനുഷ്യനായി തീരുകയും ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെടുകയും ചെയ്തവനായി സ്വർഗീയ പിതാവിന്റെ ഏകപുത്രനും വചനവും രാജാവുമായി എന്റെ കർത്താവേ, നിന്നെ ഞാൻ പുകഴ്ത്തും. തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ഇല്ലാതാക്കിയവനും പരിശുദ്ധ ത്രിത്വത്തിൽ ഒരുവനും പിതാവിനോടും ജീവനുള്ള പരിശുദ്ധാത്മാവിനോടും കൂടെ ഒന്നുപോലെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങളുടെ മിശിഹാ തമ്പുരാനെ, ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുരിയേലായിസോ, കുരിയേലായിസോ, കുരിയേലായിസോ. പൗലോസു സ്നേഹാധന്യൻ ചൊൽ കേട്ടേനി ദൈവം, ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ച മാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സബദൻ ശാപം.
ശ്ലീഹാധന്യൻ ചൊൽ കേട്ടേനി ദൈവം പലതരമുപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിനുപദേശത്തിൽ സ്ഥിരമായി നിൽക്കുന്നു ധന്യൻ. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന് ബാറക്കുമോർ. ശ്ലീഹായുടെ സ്തുതി, അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. ആരും ആത്മവഞ്ചന ചെയ്യാതിരിക്കട്ടെ. ആരെങ്കിലും ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് തന്നെ തന്നെ ഭോഷനാക്കട്ടെ. എന്തെന്നാൽ ഈ ലോകത്തിൻ്റെ വിജ്ഞാനം ദൈവത്തിന് ഭോഷത്വമാണ്. അവൻ ബുദ്ധിശാലികളെ അവരുടെ തന്ത്രങ്ങളിൽ തന്നെ കൊടുക്കുന്നുവെന്നും ബുദ്ധിശാലികളുടെ ആലോചനകൾ വ്യർത്ഥങ്ങളാണെന്നും കർത്താവ് അറിയുന്നുവെന്നും എഴുതപ്പെട്ടിരിക്കുന്നു. അതിനാൽ മനുഷ്യരുടെ പേരിൽ നിങ്ങൾ അഭിമാനിക്കേണ്ട. എല്ലാം നിങ്ങളുടെ സ്വന്തമാണ്. പൗലോസും അപ്പോളോസും കേപ്പായും ലോകവും ജീവനും മരണവും ഇപ്പോഴുള്ളവയും ഉണ്ടാകാനിരിക്കുന്നവയും എല്ലാം നിങ്ങളുടേതു തന്നെ. നിങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റേതും ക്രിസ്തു ദൈവത്തിൻ്റേതും. ബാറക്കുമോർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിയാം ബലികളണച്ചിടുവിൻ, കർത്താവിനു പ്രിയരേ നിങ്ങൾ. ശുചിയേറും കാഴ്ചകളോടെ തൻ പ്രാകാരങ്ങളിലേറി കർത്താവിനെ വന്ദിച്ചിടുവിൻ. പാവനമാത്മഹായിൻ മുൻപിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാറക്കുമോർ. നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധായ എവങ്കേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവമായ കർത്താവ് അതിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധായ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി അവനെ അയച്ചവന് സ്തുതികളും നാം എല്ലാവരിലും അവന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകമറിയത്തിൽ നിന്ന് ശരീരമെടുത്തവനും ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശുമിശിഹായുടെ ഉത്ഥാനകാലത്ത് ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കൈകടിച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വം അവരെ കാണിച്ചു.
കർത്താവിനെ കണ്ടവർ ഭയപ്പെട്ടു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. 12 പേരിൽ ഒരുവനും ദീമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോടുകൂടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റേ ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരൽ ഇടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈവയ്ക്കുകയും ചെയ്താലല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോടുകൂടി ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യേ നിന്നുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിൻ്റെ വിരലിവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിൻ്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശുവിനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് താൻ അരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. ദൈവജനനീ നന്ദി കന്യകയേ പരിമളധൂപത്തോ നന്ദിച്ചെന്നും നിന്നോർമ്മ മാറി നിന്നോട് പ്രാർത്ഥനയാ ലോകവ്യാപകമാം ശാന്തി തിരുസഭ തന്നിൽ സംപ്രീതി ഇവയെല്ലാം ഉളവാക്കിയിടണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ. കർത്താവിൽ സ്നേഹിക്കപ്പെട്ടവരെ, ഭാരതത്തിൻ്റെ അപ്പസ്തോലനും നമ്മളുടെ പിതാവുമായ തോമാസ് ശ്ലീഹായുടെ ദഹനോന തിരുനാൾ എന്ന് നാം ആഘോഷിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ബന്ധുവും ശിഷ്യനുമായിരുന്ന വിശുദ്ധ തോമാസ് ശ്ലീഹ AD 52 ഭാരതത്തിൽ വരികയും 7 പള്ളികൾ സ്ഥാപിച്ചതിന് ശേഷം AD 72 തമിഴ്നാട്ടിലെ ചിന്നമലയിൽ വെച്ച് രക്തസാക്ഷിയായി തീരുകയും ചെയ്തു. വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ രക്തസാക്ഷി ദിനമായ ജൂലൈ 3-ാം തീയതി നാം ആ വന്യപിതാവിൻ്റെ ഓർമ്മ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ എല്ലാവർക്കും ഓർമ്മ പെരുന്നാളിൻ്റെ സ്വർഗീയ അനുഗ്രഹങ്ങളും നന്മകളും സമൃദ്ധമായി ആശംസിക്കുന്നു. തോമാസ് ശ്ലീഹായുടെ യഥാർത്ഥ പേര് യൂദ എന്നായിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ മറ്റൊരു യൂദ കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് തോമാസ് ശ്ലീഹായ്ക്ക് യൂദ തൂമ എന്ന പേരാണ് നൽകിയിരുന്നത്. അറാമായ സുറിയാനി ഭാഷയിൽ തൂമ എന്ന് പറഞ്ഞാൽ ഇരട്ട എന്നാണ് അർത്ഥം.
ഗ്രീക്ക് ഭാഷയിൽ അതിനുപയോഗിക്കുന്ന പദം ദിദീമോസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇരട്ടകളിൽ ഒന്നാമനായ ശിഷ്യനെന്നാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നാം വായിച്ചു കേട്ടു, 12 പേരിൽ ഒരുവനും ദിദീമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ തോമാസ് ശ്ലീഹായുടെ യഥാർത്ഥമായ പേര് യൂദ തോമസ് എന്നാണ്, ഇരട്ടകളിൽ ഒരുവനായ ശിഷ്യൻ. തോമാസ് ശ്ലീഹായെ സംബന്ധിച്ച് വളരെ കുറച്ച് സാക്ഷ്യങ്ങൾ മാത്രമേ സുവിശേഷത്തിൽ നാം കാണുന്നുള്ളൂ. പ്രധാനമായും വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3 അധ്യായങ്ങളിലാണ് തോമാസ് ശ്ലീഹായെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ. രണ്ടാമതായി തോമാസ് ശ്ലീഹായെപ്പറ്റി നമ്മൾ കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലാണ്. പിന്നീട് നാം ഇപ്പോൾ വായിച്ചു കേട്ട യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 24 തുടങ്ങുന്നതായ വാക്യങ്ങളിലൂടെയാണ്. ഈ 3 സുവിശേഷ ഭാഗത്തും തോമാസ് ശ്ലീഹായുടെ ജീവിത സാക്ഷ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന അതിമനോഹരമായ 3 സന്ദേശങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. കർത്താവ് യെരുശലേമിലേക്ക് പോകുവാൻ തുടങ്ങിയപ്പോൾ മറ്റേ ശിഷ്യന്മാർ പറഞ്ഞു, അവിടെ പോകരുത്, കാരണം യഹൂദന്മാർ നിന്നെ കൊല്ലുവാനായി തയ്യാറെടുത്തിരിക്കുകയാണ്. ആ അവസരത്തിലാണ് നമ്മുടെ പിതാവായ തോമാസ് ശ്ലീഹാ പറഞ്ഞത്, നമുക്കും അവനോടുകൂടി പോയി മരിക്കാമെന്ന്. വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിയായി തീർന്നവനാണ് വിശുദ്ധ തോമാസ് ശ്ലീഹാ. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശ്വാസത്തിന് വേണ്ടിയുള്ള ഈ ഒരു വലിയ സമർപ്പണം കാഴ്ചവെച്ചവനാണ്. വിശ്വാസമെന്ന് പറയുന്നത് ദൈവത്തെ കാണുകയും ദൈവത്തെ കേൾക്കുകയും ദൈവത്തെ സ്പർശിക്കുകയും ദൈവത്തെ ഓർമ്മിക്കുകയും ചെയ്യുന്നതാണ് എന്ന് നമ്മുടെ സഭയിൽ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ സുവിശേഷത്തിൻ്റെ ആനന്ദം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. വിശുദ്ധനായ തോമാസ് ശ്ലീഹാ ദൈവത്തെ വ്യക്തിപരമായി കണ്ടവനായിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനം ആഴത്തിൽ കേൾക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തവനായിരുന്നു. വിശുദ്ധനായ തോമാസ് ശ്ലീഹാ കർത്താവിൻ്റെ തിരുവിലാവിൽ സ്പർശിച്ച വിശ്വാസ ബോധ്യം നേടിയവനായിരുന്നു. വിശുദ്ധനായ തോമാസ് ശ്ലീഹാ കർത്താവിൻ്റെ ഓർമ്മ തൻ്റെ ഹൃദയത്തിൽ പേറിക്കൊണ്ട് ഭാരതത്തിൽ വന്ന് കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ നന്മകൾ എന്നും നമ്മൾ ഓർമ്മിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും തക്കവണ്ണം നമ്മളോട് പങ്കുവച്ചവനായിരുന്നു. വിശുദ്ധനായ തോമാസ് ശ്ലീഹാ തൻ്റെ വിശ്വാസം ദൈവത്തെ കണ്ട് ബോധ്യപ്പെട്ട് സാക്ഷിച്ച് രക്തസാക്ഷിയായി തീർന്നതുപോലെ തോമാസ് ശ്ലീഹായുടെ മക്കളായ നമ്മൾ ദൈവത്തെ കാണുകയും കേൾക്കുകയും സ്പർശിക്കുകയും കർത്താവിൻ്റെ ഓർമ്മയിൽ സന്തോഷിക്കുകയും ചെയ്യേണ്ടവരാണ്. തോമാസ് ശ്ലീഹാ ദൈവത്തെ കണ്ടതുപോലെ തന്നെ മറ്റൊരു വലിയ വിശ്വാസത്തിൻ്റെ ബോധ്യം കൂടിയുണ്ട്. ദൈവം നമ്മെ കാണുന്നത് പോലെ നമുക്ക് എല്ലാവരെയും കാണുവാനായിട്ടിടയാകണമെന്ന്. സ്വർഗത്തിലെ ദൈവം നമ്മെ കാണുന്നത് നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള വലിയ ചിന്തയിലാണ്. ദൈവം മനുഷ്യനെ മാത്രമല്ല
അതിമനോഹരമായ ഈ ലോകത്തെ കാണുന്നത് പോലെ ലോകത്തെ മുഴുവൻ കാണുവാൻ നമുക്ക് സാധ്യമാകണം. ദൈവം ലോകത്തിലുള്ള പക്ഷിമൃഗാദികളെയും അതുപോലെ തന്നെ സസ്യജാലങ്ങളെല്ലാം കാണുന്ന പോലെ ഈ പ്രകൃതിയെ കാണുവാനും സ്നേഹിക്കുവാനും എല്ലാം നമുക്ക് സാധ്യമാകണം. അപ്പോൾ ദൈവത്തെ കാണുകയും ദൈവം കാണുന്നത് പോലെ മറ്റുള്ളവരെ കാണുകയും ചെയ്യുക എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ വലിയ സാക്ഷ്യമാകുന്നുവെന്ന് വിശുദ്ധ തോമാ ശ്ലീഹായും സഭയും നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം കാണുന്നത് പോലെ കാണുക എന്ന് പറഞ്ഞാൽ മറ്റൊരു ചിന്ത നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ദൈവത്തെ കണ്ടതുപോലെ നാം കാണണമെന്നുള്ളതാണ്. മഹാവിശുദ്ധന്മാർ ദൈവത്തെ കണ്ടതുപോലെ നാം ദൈവത്തെ കാണണമെന്നുള്ളതാണ്. വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷികളായി മരിച്ച അനേകം രക്തസാക്ഷികൾ ദൈവത്തെ കണ്ടതുപോലെ ഈ കാലഘട്ടത്തിലും ദൈവത്തെ നമുക്ക് കാണുവാനായി സാധ്യമാകണം. വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിയായി തീർന്ന വിശുദ്ധ തോമാ ശ്ലീഹ നമുക്കും അവനോടുകൂടി പോയി മരിക്കാം എന്ന് പറഞ്ഞ ഒരു വലിയ വിശ്വാസ ബോധ്യം ഈ കാലഘട്ടത്തിൽ നമുക്ക് വളരെയേറെ ആവശ്യമാണ്. തോമാ ശ്ലീഹായെ ഓർക്കുന്ന ഈ സന്ദർഭത്തിൽ നമുക്ക് ആ വിശ്വാസം കാത്തു പരിപാലിക്കുവാനായിട്ട് പരിശ്രമിക്കാം. വിശ്വാസത്തെ സംബന്ധിച്ച് പരിശുദ്ധ പിതാവ് നമ്മളോട് പറയുന്ന രണ്ടാമത്തെ കാര്യം നാം ദൈവത്തെ കേൾക്കണം എന്നുള്ളതാണ്. വിശുദ്ധ തോമാ ശ്ലീഹ ദൈവത്തെ കേൾക്കുകയും ആ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുകയും ചെയ്ത വ്യക്തിയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയാണ്, ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കാണുമെന്നൊക്കെയും പറയുമ്പോൾ തോമാ ശ്ലീഹ പറയുകയാണ്, നീ പോകുന്നതായ വഴി ഞങ്ങൾക്ക് കർത്താവ് അറിയുകയില്ല എന്ന്. അപ്പോൾ കർത്താവ് തോമാ ശ്ലീഹായോട് പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന്. യേശുക്രിസ്തുവിൻ്റെ അതിമനോഹരമായ ഈ സുവിശേഷ സന്ദേശം കർത്താവായ യേശുക്രിസ്തുവിനെ വഴിയും സത്യവും ജീവനുമായി കണ്ട് തോമാ ശ്ലീഹ ജീവിക്കുകയും ആ ഒരു വലിയ രക്ഷയുടെ രഹസ്യം എല്ലാവർക്കും സാക്ഷിക്കുകയും ചെയ്തതായിട്ട് നാം തോമാ ശ്ലീഹയുടെ ജീവിതത്തിൽ നിന്ന് കാണുന്നു. ദൈവത്തിൻ്റെ വചനം എപ്പോഴും കേൾക്കുവാനും അത് ധ്യാനിക്കുവാനും പഠിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നാം തയ്യാറാകുമ്പോൾ എല്ലാവിധ നന്മകൾ കൊണ്ടും ഒരു വിശ്വാസി അനുഗ്രഹിക്കപ്പെടുകയാണ്. വിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് ലേഖനം 8-ാം വാക്യം നാം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് പദ്ധതി അനുസരിച്ച് ജീവിക്കുന്നവർക്ക് എല്ലാം എല്ലായ്പ്പോഴും നന്മയ്ക്കായിട്ട് ഭവിക്കുന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. തോമാ ശ്ലീഹ വചനത്തിൻ്റെ വചനം സ്വീകരിച്ചു. പരിശുദ്ധ മാതാവ് ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ച് അതനുസരിച്ച് ജീവിച്ചപ്പോൾ ദൈവത്തിൻ്റെ അമ്മയായി തീർന്നു. മഹാവിശുദ്ധന്മാർ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത് ജീവിച്ചപ്പോൾ അവർ സ്വർഗത്തോളം എത്തിച്ചേരുവാൻ തക്കവണ്ണം മഹത്വമുള്ള വിശുദ്ധന്മാരായി തീർന്നു എന്നുള്ളതാണ്. തോമാ ശ്ലീഹായെ നാം അനുസ്മരിക്കുന്നത് ഈ നല്ല പെരുന്നാളിൽ കർത്താവിൻ്റെ വചനം കേൾക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ആ വചനത്തിലൂടെ കടന്നു വരുന്നതായ ദൈവിക കൃപ സ്വീകരിക്കുവാനും നമുക്ക് സാധ്യമാകണം എന്നുള്ളതാണ്. മൂന്നാമതായി വിശ്വാസത്തെപ്പറ്റി പറയുന്നത്, വിശ്വാസമെന്ന് പറയുന്നത് ദൈവത്തെ സ്പർശിച്ച് അനുഭവിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ തോമാ ശ്ലീഹയുടെ ഒരു വിശ്വാസ ബോധ്യം നാം കണ്ടു. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ തോമാ ശ്ലീഹ മറ്റേ ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾ യേശുവിനെ കണ്ടു, ഉദ്ധാനം ചെയ്ത യേശുവിനോട് സംസാരിച്ചെന്നൊക്കെ പറയുമ്പോൾ തോമാ ശ്ലീഹ പറയുകയാണ്, ഞാൻ അവനെ കണ്ട് അതിൻ്റെ വിലാവിൽ എൻ്റെ വിരലുകിടാതെ അവനെ സ്പർശിക്കാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന്. 8 ദിവസങ്ങൾക്ക് ശേഷം കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമാ ശ്ലീഹായെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എൻ്റെ വിലാവിൽ സ്പർശിച്ച് വിശ്വാസിയാകുക, അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക എന്ന് പറഞ്ഞു. തോമാ ശ്ലീഹ യേശു ക്രിസ്തുവിനെ സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ വിശ്വാസത്തിൻ്റെ അതിമനോഹരമായ ഒരു പ്രാർത്ഥന രഹസ്യം പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന്.
യേശുക്രിസ്തുവിനെ നാം സ്പർശിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന് യേശുക്രിസ്തുവിനെ നാം സ്പർശിക്കുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ്, ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്, നമ്മുടെ നല്ല ക്രിസ്തീയ പാരമ്പര്യങ്ങളിലൂടെയാണ്. യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും വിശുദ്ധ കുർബാനയിലൂടെ നാം സ്വീകരിക്കുമ്പോൾ തോമാശ്ലീഹായെ പോലെ എൻ്റെ കർത്താവും എൻ്റെ ദൈവവും എൻ്റെ കൂടെ, എൻ്റെ ഹൃദയത്തിൽ, ഞാൻ പോകുന്നിടത്ത്, എൻ്റെ ഭവനത്തിൽ എല്ലായിടത്തും ഉണ്ട് എന്ന് ഒരു വിശ്വാസിക്ക് പറയുവാൻ സാധ്യമാകുമ്പോൾ നാം വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുന്നതായ അനുഭവമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ് വിശുദ്ധ കുർബാനയിലൂടെ യേശുവിനെ സ്വീകരിക്കുവാനും നമ്മുടെ നാവുകൊണ്ട് സ്പർശിക്കുവാനും ഭക്ഷിക്കുവാനും യേശുവിനോടൊപ്പം ഞാൻ സഞ്ചരിക്കുന്നു, ജീവിക്കുന്നു എന്നുള്ള വലിയ വിശ്വാസബോധ്യം ഏറ്റെടുക്കുവാനും. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കൊറോണ-19 വലിയ പ്രതിസന്ധിയിലാകത്ത് നിൽക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് നമുക്ക് പ്രത്യാശയോടുകൂടി യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് അവനെ സ്പർശിച്ച് അവൻ എൻ്റെ കൂടെയുണ്ട്, എന്നോടൊപ്പം യാത്ര ചെയ്യുന്നു എന്നുള്ള തോമാശ്ലീഹായുടെ ഒരു വലിയ വിശ്വാസം നമുക്ക് കാത്ത് സൂക്ഷിക്കുവാനായിട്ട് പരിശ്രമിക്കാം. പരിശുദ്ധ പിതാവ് വിശ്വാസത്തെപ്പറ്റി പറയുന്ന 4-ാമത്തെ കാര്യം ഇതാണ്: വിശ്വാസം വലിയ ഒരു ഓർമ്മയാണ്. നമുക്കറിയാം, വിശുദ്ധ തോമാശ്ലീഹായുടെ ഓർമ്മ പെരുന്നാളാണ് നാം കൊണ്ടാടുന്നത്. ഏതാണ്ട് 2000 വർഷങ്ങൾക്കപ്പുറത്ത് കർത്താവായ യേശുക്രിസ്തു നൽകിയ സ്വർഗരാജ്യത്തിൻ്റെ സന്ദേശം, രക്ഷയുടെ സന്ദേശം, അക്കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ഒരു അംബാസിഡറായി ഈ ഭാരതത്തിലേക്ക് കടന്നു വന്ന് വലിയ സന്ദേശം നൽകിയവനാണ് വിശുദ്ധനായ തോമാശ്ലീഹ. ദൈവത്തെ എന്ന് ഓർമ്മിക്കുവാൻ, ദൈവം നമുക്ക് നൽകിയ കൗദാശിക നന്മകളെ ഓർമ്മിക്കുവാൻ, വിശുദ്ധ കുർബാനയിലോടുകൂടെ ദൈവത്തോടുകൂടി ആയിരിക്കുവാൻ, സുവിശേഷത്തിൻ്റെ സന്ദേശത്തിലൂടെ ദൈവത്തിൻ്റെ മാധുര്യം അനുഭവിക്കുവാൻ, നമ്മുടെ പിതാക്കന്മാർ പുലർത്തിയ നല്ല പാരമ്പര്യങ്ങളിലൂടെ ക്രിസ്തീയ വിശ്വാസത്തെ ഓർമ്മിച്ച് സന്തോഷിക്കുവാനായിട്ടുള്ള അവസരമാണ് ഈ ഓർമ്മ തിരുനാൾ എന്ന് പറയുന്നത്. വിശുദ്ധന്മാരെ പറ്റി പരിശുദ്ധ പിതാവ് പറയുന്നതാണ്: വിശുദ്ധന്മാർ എപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വസിച്ച് അതിൽ ബോധ്യമുള്ളവരായി പ്രത്യാശയോടെ കാത്തിരുന്നുവെന്നാണ്. നമുക്ക് തോമാശ്ലീഹായെ പോലെ യേശുവിൽ വിശ്വസിച്ച് വിശ്വാസത്തിൻ്റെ മാധുര്യം അനുഭവിച്ച് പ്രത്യാശയോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകാം. രക്തസാക്ഷിയായ തോമാശ്ലീഹ ഈ ലോകത്തിൽ നിന്ന് മരണത്തിലൂടെ ദൈവസന്നിധിയിലേക്ക് കടന്ന് പോയവനാണ്. സ്വർഗത്തിലിരുന്നു കൊണ്ട് നമുക്ക് മാധ്യസ്ഥം വഹിക്കുന്ന നമ്മുടെ വിശുദ്ധനാണ്, നമ്മുടെ പിതാവാണ്. നാം ഈ ലോകത്തിൽ ജീവിക്കുന്നു എന്ന വരികൾ തന്നെയും നമ്മുടെ നിത്യഭവനം സ്വർഗത്തിലാണ് എന്നുള്ള വലിയ സന്തോഷം എന്നും ഓർമ്മിക്കുവാൻ ഈ ഓർമ്മ തിരുനാൾ നമ്മെ അനുസ്മരിക്കുകയാണ്. തോമാശ്ലീഹ നമുക്ക് നൽകിയ വലിയ സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ രക്ഷയുടെ ഈ സന്ദേശമാണ്. ഈ രക്ഷയുടെ സന്ദേശം നൽകിയ തോമാശ്ലീഹായെ എന്നും ഓർമ്മിക്കുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. വിശുദ്ധന്മാർ നൽകിയതായിട്ടുള്ള മറ്റൊരു സാക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, അവർ സ്വർഗത്തിൻ്റേതായിക്കൊണ്ട് ജീവിച്ചപ്പോഴും ഈ ലോകത്തിൽ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രത്യാശകളുടെയും സാക്ഷികളായി തീർന്നുവെന്നാണ്. നമുക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ, ആ സ്നേഹത്തിൽ, ആ പ്രത്യാശയിൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. ഈ ലോകത്ത് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സ്ഥാനമെന്ന് പറയുന്നത് തോമാശ്ലീഹായെ പോലെ ഞാൻ യേശുക്രിസ്തുവിൻ്റെ ഒരു അംബാസിഡറാകുന്നുവെന്നാണ്. സുവിശേഷത്തിൻ്റെ സന്തോഷത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ വിശ്വസിക്കുന്നത് നിത്യ ജീവൻ്റെ അടയാളമായ വഴിയും സത്യം ജീവനുമായ യേശുക്രിസ്തുവിലാണ് എന്നുള്ളതാണ്. എൻ്റെ ജീവിതം ഈ ലോകത്ത് താൽക്കാലികമായ മാത്രമാണെന്നും ഞാൻ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്നവനാണെന്നും വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിയാകുന്നത് എൻ്റെ വലിയ ഭാഗ്യമാണെന്നും തോമാശ്ലീഹ നമ്മെ പഠിപ്പിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്ഷയിൽ വിശ്വസിച്ച് സ്വർഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുന്ന നല്ല ക്രൈസ്തവരായി തീരുവാൻ തോമാശ്ലീഹായുടെ ഈ ദുഃഖറോനോ തിരുനാളിൽ, ഓർമ്മ പെരുന്നാളിൽ നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. തോമാശ്ലീഹായുടെ വിശ്വാസവും സ്നേഹവും പ്രത്യാശയും നമുക്ക് നമ്മുടെ കുടുംബത്തിനും നമ്മുടെ വിശ്വാസ സമൂഹത്തിനും കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിശുദ്ധ കുർബാന
വിശുദ്ധ തോമാശ്ലീഹായുടെ മധ്യസ്ഥ യാചിച്ചുകൊണ്ട് നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സങ്കേതത്തിലെ സമർപ്പിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ. ബാറക്കുമോർ സ്തൗമൻ കാലോസ് നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടവിടാതെ സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. സ്വയം യാഗമായി തീർന്ന് ഞങ്ങൾക്ക് പാപപരിഹാരം നൽകുകയും ഞങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്ത് അഭികാമ്യമായ ശുദ്ധീകരണ ബലിയർപ്പണം അനുഗ്രഹീതവും മധുരഫലം മകനീയവുമാകുന്ന കന്യകയിൽ നിന്ന് ജനിച്ചവനും ക്രൂശാരോഹണത്താൽ ഞങ്ങളെ രക്ഷിച്ചവനും മൃഗബലികളും ഞങ്ങളെ സ്വതന്ത്രനാക്കിയനുമായ കുഞ്ഞാടിന് ദൈവികമായ സ്തോത്രയാഗം അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബകുലകന്യമോ സ്വതഹായ ലവൽമീ. ബാറക്മോർ കാരുണ്യവാനായ കർത്താവിൻ്റെ മുൻപാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന് മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകെയും ധൂപമർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. പാപപരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്രതയാൽ എൻ്റെ അസംഖ്യ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ഈ ജനം മുഴുവൻ്റെയും പാപങ്ങളും മായിച്ച് ഉത്തമനെ നേതാന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ ഓർമ്മിച്ചു കൊള്ളണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധി മാത്രമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോയവരുടെ ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിച്ചു കൊള്ളണമേ. അവരുടെ ആത്മാക്കളെയും ദേഹങ്ങളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിൻ്റെയും ആർദ്രതയുടെയും പരിമഞ്ഞ് അവരുടെ അസ്ഥികളിൽ തെളിയിക്കണമേ. കർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായ മിശിഹാരാജാവേ, ഞങ്ങൾക്ക് അവർക്ക് നീ പാപപരിഹാരവും പാപപരിഹാരകനുമാകണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളാടത്തിന് മരളി ഞങ്ങളുടെ സഹായത്തിന് എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, അതിൻ്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളെ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, അതിൻ്റെ കാരുണ്യത്താൽ പാപത്തിൻ്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രതികരവുമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാനപ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്കായി ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന ബലന്ന് സ്തോത്രബലി കൈക്കൊള്ളുന്ന സർവശക്തനായ കർത്താവേ, പാപികളായ നിന്റെ ദാസിൽ നിന്ന് ഈ ധൂപം കൈക്കൊണ്ട്
നിന്റെ വിശുദ്ധ ബലിപീഠത്തോട് ഞങ്ങളെ അടുപ്പിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്കും നിന്റെ ജനത്തിൻ്റെ അപരാധങ്ങൾക്കും വേണ്ടി ആത്മീയ യാഗങ്ങളും കാഴ്ചകൾ നിനക്കർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങൾ തന്നെ അതിനൊക്കെ സ്വീകാര്യ ബലിയായി തീരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഉത്തമനായ നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളിലും സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ കാഴ്ചകളും വിശ്വാസികളായ നിന്റെ ജനത്തിന്മേലും ഞങ്ങളുടെ കർത്താവേ യേശുമിശിഹ മുഖാന്തരം ആവസിക്കണമേ. അവനോടുകൂടെ നിനക്ക് നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവ് അങ്ങയുടെ ശുശ്രൂഷ കൈക്കൊള്ളുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും രണ്ട് ലോകങ്ങളിലും നീക്കും നാം പ്രാപിക്കട്ടെ. ബലഹീനനും ഭാവിയുമായ ദാസനേറ്റ് പറയുന്നു, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ, ജീവപ്രദനായ പരിശുദ്ധ റൂഹ പരിശുദ്ധൻ. അവൻ നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധ സഭയുടെ മക്കളും വിശ്വാസികളുമായ സകലവരേതരുടെ ആത്മാക്കളിൽ എന്നും രണ്ട് ലോകങ്ങളിലെ മനസ്സലിതാന്നി ഭാവിയായ ഈ ദാസന്റെ ധൂപത്തെ ശുദ്ധീകരിക്കുന്നവനാകുന്നു. ബറക്മോർ ദിവ്യജ്ഞാനം ഉദ്ഘോഷിക്കപ്പെടുന്നു. നാം എല്ലാവരും ഭക്തിയായി നിന്ന് ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവസൃഷ്ടിക്കും ഹേതുവായവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധകന്യാമറിയാമിൽ നിന്നും ശരീരിയായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുമനസ്സായ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനും ഏകകർത്താവുമായ യേശുമിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നബിയന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവരുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏകറുഹായിലും കാതോലിക്കവും ശ്ലൈഹികവും ഏകവും വിശുദ്ധവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാവമോനത്തുള്ള മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ബറക്മോർ സ്തോമൻ കാലോസ് കർത്താവേ, ഈ സമയത്ത് സ്നേഹവും യാചിപ്പും സമ്പൂർണ്ണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ.
സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറക്മോൻ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. അന്യോന്യം സ്ലോമോ നൽകിൻ കർത്താവിൻ സ്ലോമോ നമ്മിൽ വാസം ചെയ്തിടട്ടെന്നും തമ്മിൽ ചുംബിക്കണം തൻ സ്ലോമോയും നൽസൈനോയും നമ്മെ കാക്കട്ടെന്നാളും തൻ സ്ലോമോയും നൽസൈനോയും നമ്മെ കാക്കട്ടെന്നാളും. ബാറക്കുമോർ കരുണയുള്ള കർത്താവിൻ്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ ശാശ്വതമായ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെല്ലാവരെയും ആശീർവദിക്കണമേ. നിന്റെയും നിന്റെ ഏകപുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുവിഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിനക്ക് അർപ്പിക്കുന്ന ഈ ബലിമുഖാന്തരം സകല അശുദ്ധ വിചാരങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രശാസിപ്പിക്കുകയും ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറക്മോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭയഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായ കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്തെന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെ ഇടയവനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധാരൂഹായുടെ സംസർഗവും ആവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ നീക്കുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവാം ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് മിശിഹാതം വരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കൽ ആയിരിക്കുന്നു. ഭയഭക്തിയോടുകൂടി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടെ കർത്താവിന് സ്തോത്രം നൽകുന്നത് യുക്തവും ന്യായവുമാകുന്നു. കർത്താവേ, തിരുസനിൽ നിന്ന് കണ്ടിടവിടാതെ നിന്നെ മഹത്വപ്പെടുത്തുന്ന അഗ്നിമയന്മാരായ ലക്ഷോപലക്ഷം മലാഖമാരോടൊന്നിച്ച് 3 പ്രാവശ്യം ഉച്ചത്തിൽ പ്രകാരം പറഞ്ഞുകൊണ്ട് നിന്നെ പുകഴ്ത്തുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. തന്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി.
മൂത്തവനായ താൻ പാപികളായ നമുക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം മരണം കൈവരിക്കുവാൻ ഇറങ്ങിയപ്പോൾ ലോകത്തിൻ്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി അവൻ ഒറ്റക്കെടുക്കപ്പെട്ട ആ രാത്രിയിൽ നിഷ്കളങ്കം നിർമ്മലമായ തൃക്കൈകളിൽ അപ്പമെടുത്ത് പിതാവായ ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച വിശുദ്ധ ശ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതാ എൻ്റെ ശരീരമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. അപ്രകാരം താഴത്തിന് ശേഷം വീഞ്ഞും എല്ലാം കലർത്തിയ കഷായമെടുത്ത് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് ശിഷ്യരായതിൻ്റെ വിശുദ്ധ ശ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, നിങ്ങളെല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. ഇതാ എൻ്റെ രക്തമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. ശ്ലീഹന്മാരെ ഏൽപ്പിച്ചുകൊണ്ടവരോട്, ഞാൻ വരുന്നവരെ എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇപ്രകാരം ചെയ്യുവീനെന്ന് അവിടുന്ന് കൽപ്പിച്ചരുളി ചെയ്തു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുന്നു. നിന്റെ രണ്ടാമത്തെ വരവിനായി നോക്കി പാർക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരിലും ഉണ്ടായിരിക്കണമേ. നിന്റെ സഭാരക്ഷാകരമായ സകല വ്യാപാരങ്ങളെയും ഓരോരമനോനമന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന സംഭ്രമജനകമായ രണ്ടാമത്തെ വരവിനെയും അനുസ്മരിക്കുന്നു. ഹൃദയത്തിൽ നിന്റെ സഭയുടെ വകയെ നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും അനുതാപൂർവം അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ ദാസനൊക്കെ നിറഞ്ഞുകൊണ്ട് സകലത്തെക്കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു. നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനെ, ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബാറയ്ക്കുമോറിന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്രൂഹ സ്വർഗമാ നോയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധ കൃപാനമേൽ ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തിജനകവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പിൻ. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകണമേ. എന്നോടുത്തരമരുളേണമേ, കർത്താവേ എന്നോടുത്തരമരുളേണമേ, കർത്താവേ എന്നോടുത്തരമരുളി ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ പദ്യാശ്രവദിച്ച് ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി പൂർത്തിയാക്കട്ടെ.
ദാസായലമിശ്രത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. രക്തങ്ങളിൽ പങ്കുകൊള്ളുന്ന എല്ലാവർക്കും ഇവാകടങ്ങളുടെ പരിഹാരത്തിനായി തീരുകയും അവർ നിത്യനവകാശികളാകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാരിക്കുമോർ 4 ഭാഗങ്ങളുമുള്ള ദൈവത്തിൻ്റെ സഭകളെ മേച്ച് ഭരിക്കുന്നവനായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മോറോൻമോർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാബയ്ക്ക് വേണ്ടിയും നമ്മുടെ അധിപത്യാസനത്തിൻ്റെ മേൽപ്പട്ടക്കാരൻ ആബുൻമോർ കൂറിലോസ് മെത്രാപ്പൊലിത്തായ്ക്ക് വേണ്ടിയും നമ്മുടെ മേൽപ്പട്ടക്കാരൻ ആബുൻമോർ തോമസ് മെത്രാപ്പൊലിത്തായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എല്ലാ എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും കശിശന്മാർ ശമാശന്മാർ ധേറായക്ക മുതലായവർക്ക് വേണ്ടിയും ക്രിസ്തീയ സഭ മുഴുവന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും നൽകണമേ. അതിലിടയന്മാർക്ക് ആശ്വാസപൂർണമായ ദീർഘായുസ് നൽകണമേ. സത്യോപദേശം ശരിയായി പഠിപ്പിക്കുന്ന മേലധ്യക്ഷന്മാർ സഭയിലുണ്ടാകുവാൻ സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറക്മോർ വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങൾ എല്ലാവർക്കു വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലും ഇരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ബുദ്ധിമുട്ടിലും ദാരിദ്ര്യം രോഗത്തിലും ക്ലേശിക്കുന്ന എല്ലാവർക്കും ആശ്വാസമരുളി അവരെ സഹായിക്കുന്നവരെയും കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറക്മോർ നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. അദൃശ്യനായ ശത്രുവിനെ അവൻ്റെ ക്രൂരവാഴ്ചയും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. നിർദ്ദയരായ അധികാരികളുടെ ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കുമോ ശുദ്ധിമതിയും ഭാഗ്യവതിയും അനുഗ്രഹീതയും നിത്യകന്യകയും ദൈവമാതാവുമായ മറിയാമിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായെയും നിബിയന്മാർ സ്ലീഹന്മാർ പ്രസംഗകർ എവെങ്കലോസ്തന്മാർ സഹദേന്മാർ മൗദ്യാനന്മാർ എന്നിവരെയും നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ വിശുദ്ധരുടെ സംരക്ഷയും ഞങ്ങളെ പരിപാലിച്ച് അവരുടെ സംഘങ്ങളിൽ ഞങ്ങളെ ചേർക്കണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കുമോർ കുറ്റമില്ലാത്തതും ശ്ലൈഹികവും ഏകവുമായ സത്യവിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള സകല വിശുദ്ധ പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽപ്പാന്മാരെയും നാം ഓർക്കണം.
അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, സത്യവിശ്വാസിൽ ഞങ്ങളെ നിലനിർത്തേണമേ. അതിൽ നിന്ന് വ്യതിചലിച്ച് ശിക്ഷാർഹരാകുന്നതിന് അനുവദിക്കരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഭാരയ്ക്കുമോ സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മിൽ നിന്നും വേർപെട്ടു പോയ സകലരെയും നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുരിയേലായിസോൻ എന്ന് ചൊല്ലണം. കുരിയേലായിസോൻ, കുരിയേലായിസോൻ, കുരിയേലായിസോൻ. കർത്താവേ, ഞങ്ങളുടെ വരേതരെ കരുണയുടെ കടാക്ഷിച്ചവരുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ നിന്റെ ഏകപുത്രൻ്റെ തിരുശരീരവും തിരുരക്തവും അവരുടെ അവയവങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്നു. അവൻ മുഖാന്തരം ഞങ്ങൾക്ക് അവർക്കും കരുണയും പാപമോചനം ലഭിക്കുവാനായി അവരിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടെ ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ സകല മരിച്ചുപോവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തേണമേ. മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവുകൂടാതെയും തിരുമുമ്പിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെയും മരിച്ചുപോയവരുടെ അകൃത്യങ്ങൾ മറന്ന് ഞങ്ങളെല്ലാവരെയും ക്രൈസ്തവമായ പ്രതിഫലത്തിന് യോഗ്യരാക്കണമേ. സർവാദരണീയവും സംപൂജ്യമായ നിന്റെ നാമം കർത്താവേ യേശുമിശിഹായുടെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തോടുകൂടെ സകലത്തിന് പ്രകാരം ഈ കൃപാനയിലും ഇപ്പോഴും എന്നേക്കും സ്തുതിക്കപ്പെട്ട പുകഴ്ത്തപ്പെടുമാറാകണമേ. ആമേൻ. തന്റെ നാമം ആയിരിക്കുന്ന പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറയായി കാലാകാലങ്ങളോളം സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായുടെ കൃപ എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുണ്ടായിരിക്കട്ടെ. അൻപുടയോനേ നിൻവാതിൽ ഹല്ലേലൂയ ഹല്ലേലൂയ മുട്ടുന്നു ദാസർനാദം ബാറക് മോർ കുരിയേലൈസോ. ആവശ്യത്താൽ യാചിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. അടിയാരെ തള്ളിയിടല്ലേ. ബാരക് മോർ കുരിയേലൈസോൻ. അലിവോടു ശിക്ഷിച്ചടിയാരേ ഹല്ലേലൂയ ഹല്ലേലൂയ. അരിശം നീക്കി കാക്കേണമേ ബാറക് മോർ കുരിയേലൈസോ. ബാറക്കുമോർ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം.
കുറിയേലായിസോൻ. പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നവനും യാചനകൾക്ക് മറുപടി അരുളുന്നവനുമായ ദൈവമേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും പരിശുദ്ധനായ നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ച ഉത്കൃഷ്ടമായ പ്രാർത്ഥന നുറങ്ങിയ ഹൃദയത്തോടെ ഉച്ചത്തിൽ ചൊല്ലുകയും ചെയ്യുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടേണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകേണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ദൈവമായ കർത്താവേ, ദുഷ്ടനും സകല നിയമാലംഘനങ്ങളും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളും കുറവുകളും ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് വേദങ്കൽവത്തിൽ ഞങ്ങളോട് തെറ്റിയിട്ടുള്ളവർക്ക് നീ വിമോചകനായിരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറക് മോർ അർപ്പിക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുൻപ് കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. നിന്റെ ജനത്തിലും നിന്റെ ഏകജാതന്റെ ശരീര രക്തങ്ങൾ അനുഭവിക്കുവാനായി നോക്കി പാർക്കുന്ന ഇടവകയിലെ ആടുകളിലും നിന്റെ വലത്തി ആവസിപ്പിച്ചവരെ ധാരാളമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ശുദ്ധിയും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആനന്ദമില്ലാത്തതും വന്യവും സാരാംശത്തിൽ സമമായിരിക്കുന്നതുമായ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ സഹോദരങ്ങൾ നിങ്ങളെല്ലാവരോടും കൂടെ നീക്കും ഉണ്ടായിരിക്കട്ടെ. ബാറക് മോർ ഭയഭക്തിയോടെ നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശുദ്ധമായവ വിശുദ്ധിയും വെടിപ്പുള്ളവർക്ക് നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകറൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി. എന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. എന്റെ തിരുമേനിയുടെ വലിയേറെ പീഡാനുഭവത്താൽ അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലവും പൂർത്തിയാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. നാം ദൈവസുതന്മാരാവാൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന
രാജ്യമകൾ നിൻ വല്ലഭാഗി രാജഭമിനിയും നിന്നഴകരജൻ മോഹിപ്പാൻ ബലബരോവൽ റോഹാക്കാദീശോ മെനവോലം വാദാമെനവോലം ഉൽമീനാമി ഭക്തർപുകഴ്ചാഭജനമേ നിന്നിലുദിച്ചോരേകസുതൻ തൃക്കരഞ്ഞങ്ങളിൽ അലിവാത്തൻ പക്കലപേക്ഷയണ കേണം സ്തൗമൻ കാലോസ് കുറിയിലായിസോ വഴുവായി തീരണമേ മറിയാമിന്നോർമ്മ അവൾ പ്രാർത്ഥന ഞങ്ങൾക്കാത്മാവിനു കോട്ട പാർക്കുമോ ശിവകലാബോലബ്രോവൽ റൂഹാക്കാദീശോ ദൈവാംബിക കന്യാ മറിയാമിന്നായി പരിമളധൂപസുരുൾ വായുവിലുയരുന്നു മുറിയോരാകെ ആലയനുവാദാരേ റാനീശോ കുരിശും നിൻ മാതൃജനത്തിൻ പ്രാർത്ഥനയും അടികളെയും നിൻ കോപത്തിൻ വടികളെയും മായ്ച്ചിടേണം നയവാൻ വന പോലെ തളർത്തിടുമേ ഹാലീലുയ്യ വളരും അവൻ ലബനോൻ കാരകിൽ പോൽ വൃദ്ധതയിലും അവർ തളിരിട്ടു തുഴച്ചിടുമേ ഹല്ലേലൂയ വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും വാരിക്കുമോ ശിബകലാബലബരോവൽ റൂഹാക്കാദീശോ മെനവോലം വാദാമെനവോലം ഉൽമീനാമി ഒരുപോലിങ്ങും മാർത്തോമാശ്ലീഹ വാനിലും അതുപോൽ നിന്നോർമ്മ ഉദകണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനി ചോർക്കാൻ സൗമൻ കാലോസ് കുറിയേലായിസോ പ്രാർത്ഥനയിൻ സമയാമിതല്ലോ മാർത്തോമാ പതിവിൻ പടി കൂട്ടത്തലയായി പ്രാർത്ഥിക്കാം ഇമ്പമെഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മോശെ പോൽ കൈവാഴ്ത്തേണം ബാരക്കുമോ ശിബകലാബലബരോവൽ റൂഹാക്കാദീശോ നിന്നെ വരിച്ചൊരു താതന്നും ഓ മാർത്തോമാ നിന്നോർമ്മയെ ബഹുമാനിച്ച സുതരും സ്തോത്രം നിന്നെ മൂടി ചൂടിക്കുന്ന റൂഹാ
അപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിനു തുല്യം നരരുടെ നാളുകളഹോ, ഹല്ലേലൂയ. പൂക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ ബാരക്കുമോ. ശുഭകലാബലബരോ വൽറൂഹ ഖാദീശോ. മിനുവോലം വാദാമിനുവോലം വൽമീനാമേ. ശാരേണ താലീതൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരെ നിൻ ജീവാസ്വരമതുണർത്തണമേ. കബറിനും പറുദീസായ്ക്കായി സൗമൻ കാലോസ് കുറിയേലായിസോ. ഉയരേകുന്നോൻ രാജാ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാ ഏവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്നി അവരവർ ഉയരോടെഴുന്നേറ്റു. ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു പാർക്കുമോ. എന്റെ ശരീരം ഭക്ഷി എന്റെ രക്തം പാനം ചെയ്വോ. പാതാളത്തിൽ പോകാനായി വീടാഞ്ഞ എന്നും അവൻ ജീവിപ്പാ. അങ്ങെത്തിട്ടു മരിച്ചതു ഞാൻ എന്നും കർത്താ തന്നരുളിന്നു മഹത്വം. മുറിയൂറാകെ മലൈനു ആധാരേ. മരമരുതനുയരെ കർത്താവേ. കള്ളനു കിട്ടിയ നിന്റെ വരം ത്രിത്വത്തെ സ്തുതി ചെയ്തോരാ മൃതരും കൈക്കൊണ്ടിടേണം. നാം ശബ്ദമുയർത്തി പറയണം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായവൻ വന്ദിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനുമാകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറകൾ വരെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാരണത്തിനും ഞങ്ങളുടെ വർഗത്തിൻ്റെ നിത്യനവീകരണത്തിനു വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരപ്രദമായ നിന്റെ പരിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസരിലേക്ക് പുണ്യമിറങ്ങുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, അദൃശ്യമായ നിന്റെ വലത്ത് കൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായിട്ട് വിലയേറിയ നിന്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്ന ആരാധകരുടെ ഈ സംഘത്തെ ആശീർവദിക്കണമേ. ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധ വസ്തുക്കൾ വഹിച്ചിരിക്കുന്നവരിലും കൊടുക്കുന്നവരിലും സ്വീകരിക്കുന്നവരിലും ഇവയ്ക്കായി പരിശ്രമിച്ച അവയിൽ സംബന്ധിക്കുന്നവരിലും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നമ്മിലവങ്ങളിലും നീക്കുണ്ടായിരിക്കട്ടെ. നാഥാ കൃപ ചെയ്യണമലിവാ. കൃപ ചെയ്യണമോ തരമരുളി. കൃപ ചെയ്യണമേ നിനക്കു സ്തുതി. കൃപ ഞങ്ങളിലുണ്ടാകട്ടെ. സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ തൻ മാതാവിൻ ഉന്നതിയും മഹിമാമുടി സഹനീമാർക്കും മൃത
എന്നേക്കും ഞങ്ങളുടെ കർത്താവും ദൈവമേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ, ഞങ്ങൾ ഭക്ഷിച്ച നിന്റെ വിശുദ്ധ ശരീരവും ഞങ്ങൾ പാലം ചെയ്ത പുണ്യപ്രദമായ നിന്റെ വിശുദ്ധ രക്തവും ഞങ്ങൾക്ക് ശിക്ഷാവധിക്കും പ്രതികാരത്തിനുമായി തീരരുതേ. പിന്നെയോ ഞങ്ങളെല്ലാവരുടെയും നിത്യജീവനും രക്ഷിക്കുമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഭൂവാകെ നമിക്കും നിന്നെ, എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോർന്നൽ ശരണം നീയേ, മൃതതന്നുയർപ്പും നീ തന്നെ. മനുഷ്യോട് നിനക്കുള്ള സ്നേഹത്തെ ഞങ്ങൾ പുകഴ്ത്തി വന്ദിക്കുകയും ചെയ്യുന്നു. നീ ഞങ്ങൾക്ക് ശക്തിയും സഹായം ആലംബവുമായിരിക്കണമേ. ഈ ആത്മീക വിരുന്നുവഴി ആത്മീയം പ്രാവശ്യം ഞങ്ങൾക്കെല്ലാവർക്കും പുണ്യവും ഭാഗ്യാനുഭവം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറക്കുമോർ കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ഞങ്ങൾക്ക് നശ്വര ഭക്ഷണമായി തീരുകയും ചെയ്ത സത്യാപമായ മിശിഹാ തമ്പുരാനെ, ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും കിടാത്ത അഗ്നിയിൽ നിന്നും ജാകാത്ത പഴിവിൽ നിന്നും കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമീൻ. ബാറക്കുമോ. നിൻ കൽപ്പനകൾ കാത്തവരാ നിൻ സ്നേഹിതരുടെയും ഈ ഇടവകതൻ പരമാധ്യക്ഷൻ താതൻ്റേതും ഗുരുജനമതുപോൽ സകജരുടെയും പ്രാർത്ഥനയാലേ അൻപാലിവരിൽ കൃപ ചെയ്യണമേ, തുണയേകണമേ. കാഴ്ചയിതേ കർത്താവേ, നിൻ തിരുവുള്ളം തുഷ്ടിപ്പെട്ട് നല്ലവരാം മൃതർ പുണ്യപ്പേ സഹോദരങ്ങളും വാത്സല്യഭാചനങ്ങളുമേ, കർത്താവിൻ്റെ പാപരിഹാരപ്രദമായ പരിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാവശ്യ അനുഗ്രഹത്തോടും യാത്രാഭക്ഷണത്തോടും കൂടെ പരിശുദ്ധാദ്രൈത്വത്തിൻ്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കുമായിട്ട് നിങ്ങളെ ഞങ്ങൾ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലെ പോകുവിൻ. ദൂരസ്ഥരോടുകൂടെ സമീപസ്ഥരും മരിച്ചോട് ജീവനുള്ളവരും കർത്താവിൻ്റെ ജയമുള്ള ശ്ലീബായാൽ പ്രാവശ്യവരുമേ ഈ പരിശുദ്ധാദ്രൈത്വങ്ങൾ പരിഹരിക്കുകയും കുറ്റങ്ങൾ ക്ഷമിക്കുകയും മരിച്ചവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാൻ ബലഹീനനും ഭാവിയുമായ ദാസനാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ അനുഗ്രഹവും കരുണയും സഹായവും പ്രാപിക്കട്ടെ. നിങ്ങൾ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ പോകുവിൻ. എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. ആമേൻ. കർത്താവ് അങ്ങയുടെ കുർബാന സ്വീകരിക്കുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ.